കാശ്മീരിൽ 46 പേർ മരിച്ചു. 200 പേരെ കാണാനില്ല. ജവാന്മാരെയും കാണാനില്ല. മരിച്ചതിൽ ജവാന്മാരുമുണ്ട്. 2 CSF ജവാന്മാരും ജീവഹാനി സംഭവിച്ചു. ഹിമാചൽ പ്രദേശിൽ പ്രളയം. കാശ്മീരിലെ മേഘവിസ്ഫോടനത്തിലൂടെയാണ്, കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനത്തിലാണ് ഇത്രയും മരണം സംഭവിച്ചതും ആളുകൾ നഷ്ടപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ആവശ്യമായ എല്ലാ സഹായവും കൊടുക്കുമെന്ന് പറഞ്ഞു. അമിത്ഷാ കാശ്മീർ മുഖ്യമന്ത്രിയെ വിളിച്ചു. പിന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു. അപ്പോഴും മേഘവിസ്ഫോടനം നമ്മൾ രാജ്യത്തെ വല്ലാതെ തുറച്ചു നോക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പുതിയ യുഗത്തിൽ ഉത്തരാഖണ്ഡിൽ, ഉത്തരകാശിയിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കുറേ അധികം ആളുകളെ കൊന്നുകൊണ്ട് മേഘവിസ്ഫോടനവും, അവസാനം അത് മേഘവിസ്ഫോടനമല്ല പ്രളയമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ വന്നു. എന്ത് വിസ്ഫോടനമായാലും എന്ത് പ്രളയമായാലും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ഇവിടെ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂമിയിലെ സ്വർഗമാണ്, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡാണെന്നൊക്കെ നമ്മൾ പറയും. അത്ര മനോഹരമായ ഒരു നാട്ടിൽ അവിടെ കലാപകലുഷിതമായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. 370 400 എന്നൊക്കെ പറഞ്ഞ് വലിയ കലാപകലുഷിതമായിരുന്നു. അതെല്ലാം മാറി നമ്മൾ സമാധാനത്തിലേക്ക്, കാശ്മീരി പണ്ഡിറ്റുകളടക്കം തിരിച്ചു വന്ന് കാശ്മീരിൽ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം പണിത്, കാശ്മീരിൽ പണ്ഡിറ്റുകളുടെ ക്ഷേത്രങ്ങളൊക്കെ പണിത് കൊടുത്തുകൊണ്ട് അവർ സമാധാന ജീവിതത്തിലേക്ക് ഇങ്ങനെ കരയെടുത്ത് വരുമ്പോഴാണ് ഇതാ വീണ്ടും പ്രകൃതിയുടെ സംഹാര താണ്ഡവം. നമ്മൾ കണ്ടതാണ് 2014 ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ കേരളത്തിൽ പ്രളയം കണ്ടു, ഉരുൾപൊട്ടൽ കണ്ടു. പിന്നെ പുത്തുമലയിൽ കണ്ടു, ചൂരൽമലയിൽ കണ്ടു, പിന്നെ മുണ്ടകയിൽ കണ്ടു. ഇവിടെയെല്ലാം നമ്മൾ കളമശ്ശേരിയിലും മേഘവിസ്ഫോടനം കണ്ടു. അപ്പോൾ മേഘവിസ്ഫോടനം വലിയൊരു പ്രതിസന്ധിയായിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കുമുലോനിംബസ് ക്ലൗഡുകളാണ്, അല്ലെങ്കിൽ മേഘങ്ങളാണ്, നമുക്ക് കിട്ടുന്ന മഴമേഘങ്ങളെ പറയുന്ന പേര് കുമുലോനിംബസ് ക്ലൗഡുകളെന്നാണ്. ഇത് നേരത്തെ 8-10 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് വന്നിരുന്നതെങ്കിൽ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ മണ്ഡലത്തിലെ, നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 8-10 കിലോമീറ്റർ പൊക്കത്തിലുള്ള ട്രോപ്പോസ്ഫിയറിൽ നിന്നാണ് ഇത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ഇത് പെയ്യുന്നു. മേഘങ്ങൾ കടക്കുന്നു. അതിന് പല പ്രശ്നങ്ങളുണ്ട്. മലനിരകൾ ഇല്ലാതാക്കിയതുണ്ട്, ഭൂമിയുടെ ചൂട് കൂടുന്നതുണ്ട്, അതുപോലെ തന്നെ മരങ്ങളില്ലാതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും മുകളിലേക്ക് പോകുന്നു. കുറച്ചുകൂടി അടുത്ത ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കടക്കുകയും, എന്നാൽ അവിടെ വെച്ച് തണുത്തുറയുമ്പോൾ അവിടുത്തെ ചൂടും എല്ലാം കൂടി ഇതിനെ വല്ലാതെ ബഹളമുണ്ടാക്കുമ്പോൾ അതിന് താഴേക്ക് മഴ വരാൻ സമയമെടുക്കുന്നു. ഈ എടുക്കുന്ന സമയം കൊണ്ട് ഒരുപാട് ഐസ് കട്ട പോലെ ഒരുപാട് മേഘങ്ങൾ ഒന്നിച്ച് കൂടും. അങ്ങനെ ഒന്നിച്ചുകൂടെ അവർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് മേഘവിസ്ഫോടനം എന്നുള്ള, മേഘം പൊട്ടിത്തെറിക്കുന്ന പോലെ താഴേക്ക് വരുന്ന രീതിയിലേക്ക് താഴേക്ക് വരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് ഒന്നൊന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2005 സുനാമിക്ക് ശേഷം എത്രമാത്രം ദുരിതങ്ങളാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ മനസ്സിലാക്കി, മഴയറിഞ്ഞ്, വെള്ളത്തെ അറിഞ്ഞ്, നീരാവി അറിഞ്ഞ്, മേഘങ്ങളെ അറിഞ്ഞൊക്കെ ജീവിക്കുന്ന പുതിയൊരു ജനതയായി നമുക്ക് മാറേണ്ടതുണ്ട്. മേഘവിസ്ഫോടനത്തിൽ അന്തരിച്ച എല്ലാ അന്തരിച്ചവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുശോചനം അറിയിക്കാൻ ഗ്രീൻ ഗ്ലോബൽ ഈ അവസരം ഉപയോഗിക്കുന്നു. നമുക്ക് പ്രകൃതിയെ കൂടുതൽ പഠിക്കാം. സുസ്ഥിര വികസനമൊക്കെയാണ് ആവശ്യം. സ്വാതന്ത്ര്യം കിട്ടി 79ാമത് ആഘോഷം നടത്തുന്ന ഈ വേളയിൽ പുതിയൊരു ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കാം. അതൊരു ഹരിത ഊർജ്ജ ഇന്ത്യ ആയിരിക്കുമെന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു ഹരിത ഊർജ്ജ ഇന്ത്യയിൽ പ്രകൃതിയെയും വെള്ളത്തെയും പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥകളെയും നമുക്ക് സംരക്ഷിക്കാം. മേഘവിസ്ഫോടനങ്ങൾ പോലുള്ള പരിപാടികളെ, അല്ലെങ്കിൽ പരിപാടിയല്ല, അത്തരം പ്രതിസന്ധികളെ നമുക്ക് കൂടുതൽ പഠിക്കാം, ആവശ്യമായ കരുതലെടുക്കാം.